ഈ ചോറ്റാനിക്കര പോലെയുള്ള ക്ഷേത്രങ്ങളിലെ 3 പേരും അവിടെ പ്രത്യക്ഷമാണ് 3 സമയങ്ങളിലാണ്. വൈകുന്നേരം പാർവതിയാണ്. അർദ്ധരാത്രിയിലെ ബ്രഹ്മശക്തി ഉദിക്കുന്ന സമയം വരെ അത് സരസ്വതി ഭാവമാണ്. അത് കഴിഞ്ഞാൽ ലക്ഷ്മി ഭാവത്തിലേക്ക് വരും. പുലിയന്നൂര് പറഞ്ഞാൽ കാലത്തെ സാമ്പനാണ്, ഉച്ചയ്ക്ക് അടാവി യുദ്ധസമാനനായി നിൽക്കുന്ന ആളാണ്, വൈകുന്നേരം ദക്ഷിണാമൂർത്തിയാണ്. പ്രപഞ്ചത്തിന്റെ ഭാവമാണ് ക്ഷേത്രഭാവം, പ്രപഞ്ച സ്വഭാവമാണ് ദേവഭാവം. ദേവന്റെ സ്വഭാവത്തിനനുസരിച്ച് ആ പ്രദേശത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. അപ്പൊ അവിടെ ഏതു ദേവ ചൈതന്യമാണോ ഇരിക്കുന്നത് അവിടെ ആ മൂർത്തിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എപ്പോഴാണ് അവിടെയാണ് അതിന് പ്രാധാന്യം. അതുപോലെ തന്നെ ആഴ്ചകൾക്കും പ്രാധാന്യങ്ങൾ മാറും. ഉച്ചയ്ക്ക് അടവിചര വരൻ എന്നാണെന്ന് തോന്നുന്നു ആ പദം. അടവിചര വരൻ എന്ന് പറഞ്ഞാൽ എന്താ? അതാണോ ആ പദം അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കാലത്തെ സാമ്പൻ ഉച്ചയ്ക്ക് അടവിചര വരൻ, വൈകുന്നേരം അങ്ങനെ പറഞ്ഞൊരു എന്തോ ഒരു പാട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല, ഇവിടെ നിന്ന് കേട്ടതാണ്. ആ പദം എന്താന്ന് അങ്ങേക്ക് മനസ്സിലായോ? അതാണോ അതിന്റെ ശരി? അടവിതരൻ എന്ന് പറഞ്ഞാൽ വനസംരക്ഷകൻ, കാട്ടാളൻ എന്നൊക്കെയാണ് അർത്ഥം. വനസംരക്ഷകൻ എന്ന് അർത്ഥമുണ്ട്, വനസംരക്ഷകൻ എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ആ സങ്കല്പമാണ്. കാട്ടാളൻ എന്നൊരു അർത്ഥമുണ്ട് അവിടെ. വനസംരക്ഷകനും എന്നാൽ എന്തായാലും ആ സങ്കല്പമാണ് ഉച്ചയ്ക്ക് അടവിതര വരൻ അല്ലേ? അങ്ങനെയാണ് എനിക്ക് അറിയാവുന്നത്. അതുപോലെ പിന്നെ എന്താ രാവിലെ എന്തായിരുന്നു? കാലത്തെ സാമ്പൻ. കാലത്തെ സാമ്പൻ എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണത എന്താ? സാംബ സദാശിവൻ എന്ന് പറയില്ലേ, സാംബ സദാശിവൻ. അപ്പൊ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. വൈകുന്നേരോ ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി വൈഷ്ണവ ഭാവമാണ്. ഇതേ പണ്ടെപ്പോഴോ ഇവിടുത്തെ വന്ന തന്ത്രിയായിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം എന്തോ പറഞ്ഞ് ഇങ്ങനെ ഒരു പാട്ട് പോലെ പറഞ്ഞ് ഒരു ഓർമ്മ എന്റെ മനസ്സിൽ നിൽക്കുന്നതാണ് ഈ പറഞ്ഞു. ഭയങ്കര സംഭവമായിട്ടത്. ഒരു 25-30 വർഷം മുന്നെങ്കിലും ആയിരിക്കും, അതിനും അപ്പുറത്താണോന്ന് അറിയില്ല. അദ്ദേഹമായിട്ട് സംസാരിച്ച് ഈ 3 ത്രികാല പൂജയുടെ കാര്യം പറഞ്ഞപ്പോ അന്ന് ഞാൻ ഇങ്ങനെ സംശയം ചോദിച്ച, അപ്പം ഈ 3 നേരവും 3 തരത്തിലുള്ള പൂജകളാണെന്ന് അദ്ദേഹം ആരോട് സംസാരിച്ച സമയത്ത് അപ്പൊ ഞാൻ ചിന്ത അങ്ങനെയെന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞൊരു ഓർമ്മ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ഈ പറയുന്നത്. രാവിലെ സാമ്പൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നും സംശയിക്കാനില്ല, അർദ്ധനാരീശ്വരനാണ് സാമ്പൻ, സാംബ സദാശിവൻ. അപ്പൊ ഉച്ചയ്ക്കത്തെ പ്രത്യേകത എന്തായി കാട്ടാളിന്റെ ഇതാണെങ്കിൽ? വനസംരക്ഷകനാണ്, അടവിതരൻ. അടവി എന്ന് പറഞ്ഞാൽ വനമെന്നാണല്ലോ. അടവിയെ സംരക്ഷിക്കുന്ന വരൻ. വരൻ എന്ന് പറയുമ്പോഴത്തേക്കും വധു ഉള്ളവൻ, വധു ഉള്ളവനാണ്. എന്നാൽ വിധുവിന്റെ പാലകനാണ്. വിധു വിഷ്ണുവാണ്. വിധിക്ക് കാരണമായിരിക്കുന്ന വിധു വിഷ്ണുവാകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഏത് സമയത്തോ സകുടുംബമായിട്ട് അദ്ദേഹം ഉള്ളത് രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകുന്നേരമാണോ? സകുടുംബ സാന്നിധ്യം, കുട്ടികളോടൊപ്പമുള്ള സാന്നിധ്യം. അവിടെ വൈകുന്നേരം ഏത് രീതിയാന്ന് പറഞ്ഞേ? ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി. അപ്പൊ രാവിലെ അർദ്ധനാരീശ്വരനാണ്. അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ അർദ്ധഭാഗം നരത്താൽ ജലത്താൽ ചേർത്ത് വെച്ചിരിക്കുന്ന എന്ന് പറയുമ്പോൾ മണ്ണും ജലവും ചേർന്നിരിക്കുന്ന എന്ന് മാത്രമല്ലാട്ടോ അർത്ഥം. അതായത് സസ്യലോകത്തെയും ജന്തുലോകത്തെയും ചേർത്ത് വെക്കുന്ന എന്നർത്ഥമുണ്ട്. രാവിലെ വസന്തം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. സകുടുംബം രാവിലെ അർദ്ധനാരീശ്വരൻ. അതായത് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതെ, ഭൂമിയുടെ ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന കണത്തിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരേ സമയം സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ട്. ഈ ബീജഗോളമായ ഭൂമിയിലെ അണ്ടത്തിനും ബീജത്തിനും പ്രാധാന്യമുണ്ട്. ഒരേ സമയം അർദ്ധ നാരീശ്വരനാണ്. പകുതി നാരിയും പകുതി നരനുമാണ്. അപ്പൊ നാരിയും നരനും ചേർന്നിരിക്കുന്ന അതേ സമയം അടവിയെ ധരിച്ചിരിക്കുന്ന, അടവിയെ സംരക്ഷിക്കുന്ന, കാട്ടാളൽ തുല്യനായിരിക്കുന്ന, രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന, സംരക്ഷിക്കുവാൻ എന്നാൽ വരനായിരിക്കുന്ന, സർവവരവും തരുന്ന, വൈഷ്ണവത്തെ കാക്കുന്ന കാട്ടാളനായിരിക്കുന്നവൻ വൈകുന്നേരം ദക്ഷിണാമൂർത്തിയായിട്ട് മാറുന്നവൻ. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും സാക്ഷാൽ വൈഷ്ണവം വൈകുണ്ഠനാഥനാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറയുമ്പോൾ ഒരുപാട് രീതിയിൽ ഈ പ്രയോഗങ്ങൾ മാറിപ്പോകും. അതായത് ശരിക്കും ദക്ഷിണാമൂർത്തി വിഷ്ണുവാണ്.
ശരിക്കും ശിവന്റെ ദക്ഷിണ ഭാഗത്ത് ദക്ഷിണാമൂർത്തിയായിട്ടിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലാണെങ്കിലും ദക്ഷിണാമൂർത്തിയായിട്ടിരിക്കുന്നത് വൈഷ്ണവ ശക്തിയാകുന്നു, ഹൃദയേശനാകുന്നു. അപ്പൊ ഇവിടെ അഗസ്ത്യന് ദക്ഷിണാമൂർത്തി എന്നൊരു പ്രയോഗമുണ്ട്. മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച്. അതും പണ്ടുള്ള ചൊല്ലാണ്. ചെറുതിൽ വലുത് പുലിയന്നൂരപ്പൻ എന്നും കൂടെ ഒരു ചൊല്ലുണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ്. എന്താ ആ പദപ്രയോഗത്തിന്റെ അർത്ഥം എനിക്കറിയില്ല. ഇപ്പോഴും അത് ആ പദപ്രയോഗമുണ്ട്. ഇങ്ങനെ നാളൊഴുക്കി പോകുന്ന ചെറുതിൽ വലുത് പുലിയന്നൂർ, പുലിയന്നൂർ ദേവൻ എന്നാ പറയുന്നത്. ചെറുതിൽ വലുത് പുലിയന്നൂർ ദേവൻ. അതെന്താ ആ പദപ്രയോഗത്തിന്റെ അർത്ഥം അറിയില്ല. അത് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ജനിത ഘടനയിലേക്ക് ഇറങ്ങി ആണ്ട് ചെല്ലുമ്പോൾ മാത്രമാണ് ആ തേവരെ കുറിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ. അതായത് ഇതൊരു ശിവന്റെ തട്ടകം തന്നെയാണ്. ഏറ്റുമാനൂര്, വൈക്കത്ത്, കടുത്തുരുത്തിയില് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഇതില് ആരാണ് ഏറ്റവും വൈഭവം കൂടിയത് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് ഏത് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തൊരു പ്രദേശത്ത് തന്നെയാണ് ഈ പാലാക്കടുത്ത് ഈ പുലിയന്നൂർ ഇരിക്കുന്നത്. അപ്പൊ ആ പ്രയോഗം അങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതെ അതെ. ഈ വൈക്കം ക്ഷേത്രവുമായിട്ട് അഗാധമായ എന്തോ ബന്ധമുണ്ട് പുലിയന്നൂര്. പണ്ട് മുതലേ വൈക്കം പുലിയന്നൂരുമായിട്ട് വൈക്കത്തിന്റെ ഉത്സവത്തിനും അതിന്റെ ആഘോഷങ്ങൾക്കും പുലിയന്നൂരുകാർ പോകണം എന്നൊരു ഉണ്ട്. ആ പ്രയോഗം ഒന്നും കൂടി പറയോ? ചെറുതിൽ വലുത് പുലിയന്നൂർ. ഇത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ പ്രതിഷ്ഠ, അതായത് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പരശുരാമൻ പ്രതിഷ്ഠിച്ച പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വടക്കുന്നാഥനാണ്. മഹാക്ഷേത്രങ്ങൾ ആണല്ലോ. അതെ അതെ. ഭാർഗവ നിലയത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രതിഷ്ഠ അതാ. ഇന്ന് കണ്ടിയൂർ മഹാക്ഷേത്രത്തിന്റെ വാദത്തിലും പോയി പുറത്തുനിന്ന് തൊഴുതു. ഈ നമ്മുടെ ഈ വടക്കുന്നാഥന്റെ ആ ശ്രീമൂല സ്ഥാനം, കേരളത്തിന്റെ ഭാർഗവ നിലയത്തിന്റെ ആ ശ്രീമൂല സ്ഥാനത്ത് നിന്ന് 80 കാതം വടക്കോട്ടും 80 കാതം തെക്കോട്ടുമാണ് കന്യാകുമാരി ഗോകർണം എന്ന് പറയുന്ന ആ പ്രദേശം. അത് അനന്തദേശമാകുന്നു, അനന്തന്റെ ദേശമാകുന്നു, അതായത് തിരുവനന്തന്റെ ദേഹമാകുന്നു. അപ്പൊ ആ അനന്തൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ മെത്തയാകുന്നു, വിഷ്ണു ശയിക്കുന്നത് ആ അനന്തനിലാകുന്നു. അങ്ങനെയുള്ള ആ ദേശത്ത് 108 ശിവാലയങ്ങള് വളരെ പ്രൗഢിയോട് കൂടിയിട്ടുള്ളതുണ്ട്. 108 എന്ന് പറഞ്ഞപ്പോ അതിലൊന്ന് ഇന്ന് പോകാൻ പറ്റിയെന്ന് ഞാൻ പറയാൻ കാരണം. അതെ 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 അതെ. മഹാക്ഷേത്രമാണ്, വൈക്കം പോലെ ഉള്ള ഒരു മഹാക്ഷേത്രമാണ്. അപ്പോ ആ ചെറുതിൽ വലുത് പുലിയെ അവിടെ ഒരു പണ്ട് ഞാനവിടെ ചിനകത്ത് കയറിയിട്ടുണ്ട്. വട്ട ശ്രീകോവില. അപ്പോ പണ്ട് ചെല്ലുമ്പോൾ ആന ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ ചെന്നപ്പോ ഞാൻ പുറത്ത് ചെന്നപ്പോ ചോദിച്ചു ആന ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്, മടപ്പാട് ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അകത്തുണ്ടോന്ന് പറഞ്ഞു. ആനയുണ്ട്. അപ്പൊ ഈ മഹാക്ഷേത്രങ്ങളിലെ ഈ 108 ശിവാലയങ്ങളിലെ ചെറുതിൽ വലുത് പുലിയന്നൂർ എന്ന് പറയുമ്പോ ആ മഹാക്ഷേത്രങ്ങൾക്കൊപ്പം ഈ 108 പെടുന്നതായിരിക്കില്ല പുലിയന്നൂര്. അല്ല 108 പെടുന്നതല്ല. പക്ഷെ അതില് ആ 108 പെടാത്തതിൽ ഏറ്റവും വലുത് പുലിയന്നൂരാണ്. തീർച്ചപ്പെടുത്താം അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ ആവാന് കാരണം പഴമയുടെ ചൊല്ലിന് പതിരുണ്ടാവില്ല. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ 108 ശിവാലയം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ശിവാലയം ഒന്നെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുലിയന്നൂര് തെറ്റെണ്ണ വരും. അങ്ങനെയാണ് ചെറുതിൽ വലുത് എന്ന് പറയുന്നത്. അത് അങ്ങനെ വരും. എന്തായാലും ആ പഴമയുടെ പാദങ്ങളിൽ നമസ്കരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോ കൊടിയേറ്റ് കൂടുക, കൊടിയിറക്കി കൂടുക, അത് മനസ്സിന് തൃപ്തി തരുന്നത് മതിയാവോളം കൂടുക, ശുദ്ധിക്രിയകൾ ചെയ്യുക, ഇതൊക്കെയാണ് കൊടിയേറ്റും കൊടിയിറക്കും എന്ന് പറയുന്ന പ്രതിഭാസം അല്ലേ? തീർച്ചയായിട്ടും ആ പ്രതിഭാസം വളരെ, അതായത് നമ്മളുടെ വീടുകളിൽ നമ്മൾ സദാശിവന്മാരായിട്ട് ഇരിക്കണമെങ്കിൽ, നമുക്ക് സ്വസ്തി അനുഭവപ്പെടണമെങ്കിൽ, നമ്മളുടെ വിധിയെ നിർണയിക്കുന്ന വിധു എന്ന് പറയുന്ന വിഷ്ണു നമ്മളെ ഇവിടെ സംരക്ഷിക്കണമെങ്കിൽ സംഹാരമൂർത്തിയായിരിക്കുന്ന ശിവനെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ ഭൂമിയെ വിഷാംശങ്ങളിൽ നിന്നും പൗത്രീകരിച്ച് ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന് ജലസ്രോതസ്സുകളെല്ലാം ശുദ്ധമാക്കേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ ഉത്സവങ്ങൾ കഴിയുമ്പോൾ
ശുദ്ധിക്കാണ് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എന്ത് പ്രാധാന്യമുണ്ടോ അത്രയും അതിനേക്കാൾ ഏറെ പ്രാധാന്യം ശുദ്ധിക്രിയകൾക്കുണ്ട്. ആ ശുദ്ധിക്രിയകൾക്ക് നമ്മൾ പങ്കെടുക്കണം. ഭക്തജനങ്ങൾക്ക് എത്രമാത്രം ശുദ്ധി ആ ക്ഷേത്രത്തിൽ എത്തിക്കാൻ പറ്റുമോ, ആ ശുദ്ധിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത്രയും ശുദ്ധി അവിടെ ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഉത്സവം കൂടിയിട്ട് വെറുതെ വീട്ടിലേക്ക് പോവുകയില്ല. ഇപ്പൊ സാധാരണ ക്ഷേത്രോത്സവങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് ഒരു മാസത്തേക്ക് നമുക്ക് ചെല്ലാൻ പാടില്ലാത്ത അത്രയും മാലിന്യ കൂമ്പാരങ്ങളായിരിക്കും. ആ ക്ഷേത്ര പാലകര് ശ്രദ്ധിക്കേണ്ട കാര്യം, കൊടി ഇറക്കുന്നതിന് മുമ്പ്, ആ ശ്രീഭൂതബലിക്ക് മുമ്പ് ആ പ്രദേശത്തെ കൂട്ടമായിട്ട് ഒരുമിച്ച് ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ വഴിപാട് ആ ക്ഷേത്രദേശത്തെ ശുദ്ധീകരിക്കുക എന്ന് തന്നെയാണ്. അതെ, ആ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഒത്തുകൂടേണ്ടത്. അവിടെ അശുദ്ധമാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു ചിന്തയും കൂടി ഉണ്ടായിരിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ ഭൂമി കാലുകൊണ്ട് പോലും തൊടാനറയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മളാണ്. ഇവിടുത്തെ പച്ചവെള്ളത്തെ കുടിച്ചാൽ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഈ ജലത്തെ മലീമസമാക്കിയിരിക്കുന്നു. ഈ മാലിന്യത്തിൽ നിന്നും ഭൂമിയെ ശുദ്ധീകരിച്ച് ഈ പാർവതിയായിരിക്കുന്ന ജീവനായിരിക്കുന്ന ജീവന്റെ നാദത്തെ ജനിപ്പിക്കുന്ന ആ ജലത്തെ പവിത്രീകരിച്ച് തീർത്ഥമാക്കി ആ തീർത്ഥഭൂവാക്കി ഈ ദേശത്തെ മാറ്റേണ്ടതും നമ്മൾ തന്നെയാണ്. ആ തീർത്ഥശുദ്ധിക്ക് വേണ്ടിയിട്ട് തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി ആ പ്രദേശത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് സർവ്വദേശങ്ങളും സർവ്വജനതയ്ക്കും വേണ്ടിയിട്ട് ജാതി മത ചിന്തകൾക്ക് അതീതമായി, രാഷ്ട്രീയത്തിന് അതീതമായി ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ദർശനത്തിൽ അധിഷ്ഠിതമായിട്ട് സർവ്വജീവനും വേണ്ടിയിട്ട് അവിടെ ശുദ്ധീകരണ പ്രക്രിയകൾ ചെയ്യേണ്ടതുണ്ട്. അത് ചെയ്യുമ്പോൾ തീയിട്ട് ആ ക്ഷേത്രദേശത്തെ മലീമസപ്പെടുത്താതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തീയിട്ടല്ല ക്ഷേത്രഭൂമികൾ പരിപാലിക്കേണ്ടത്. ഇപ്പൊ അഗ്നി ആ ക്ഷേത്രഭൂമിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അഗ്നി അവിടെ ഔഷധം മാത്രമാണ്. ഇപ്പൊ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണാം, ഉത്സവം കഴിഞ്ഞിട്ടും തീയിട്ട് ആ മാലിന്യങ്ങൾ മുഴുവൻ അവിടെ ഇട്ട് കത്തിക്കുന്നത് കാണാം. പക്ഷെ അപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത്, ഭൂമി, കരിക്കട്ട, എല്ലിന്റെ അവശിഷ്ടങ്ങൾ, പുറ്റ്, പോത്, മാലിന്യങ്ങൾ, മുടി, നഖം ഒന്നുമില്ലാത്ത അത്രയും പവിത്രമായിട്ടുള്ള, ചാരമോ കരിയോ കരിക്കട്ടയോ ഇല്ലാത്ത പവിത്രമായിട്ടുള്ള ആ ദേഹമാണ് ക്ഷേത്രദേശം എന്ന് നമ്മൾ തിരിച്ചറിയണം. ക്ഷേത്രങ്ങളിൽ ചാരം പാടില്ല, അതുപോലെ തന്നെ കരിക്കട്ട പാടില്ല, എല്ലിന്റെ അവശിഷ്ടങ്ങൾ പാടില്ല, രാസവളങ്ങൾ പാടില്ല, കീടനാശിനികൾ പാടില്ല, അങ്ങനെയുള്ള ഒന്നും അവിടെ പാടില്ല. മണ്ണിനെ എന്തായാലേ ഞാന് ഇതിപ്പോ ഭക്തരുടെ സംശയം എന്നുള്ള നിലക്ക് കൊടിയിറക്ക് കാണുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോ ശ്രീഭൂത ബലി അടക്കം ക്ഷേത്ര പരിശുദ്ധിയുടെ കാര്യത്തെ കുറിച്ചും ഉത്സവത്തെ കുറിച്ചും ഒക്കെ ഏതാണ്ട് നന്നായിട്ട് തന്നെ അങ്ങ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് അത് വിശദീകരിച്ചു. വളരെ നന്ദിയുണ്ട് ആ കാര്യത്തിൽ. തീർച്ചയായിട്ടും പുലിയന്നൂരപ്പനെ കുറിച്ച് പറയാൻ കഴിഞ്ഞതിലും അവിടുത്തെ മഹാത്മ്യം അറിയാൻ കഴിഞ്ഞതിലും അത് അങ്ങയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞതിലും പുലിയന്നൂരപ്പന്റെ സദാശിവനായിരിക്കുന്ന സദാനന്ദ നടനമാടുന്ന ആ ശിവന്റെ ആ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ മുഖം, പുലിയന്നൂരപ്പന്റെ അല്ലെങ്കിൽ ഏറ്റവും വനസംരക്ഷകനായിരിക്കുന്ന ആ കാട്ടാള വേഷധാരിയായിരിക്കുന്ന, ഒരുപക്ഷെ അങ്ങനെ പറയുന്നത് തന്നെ ശരിയാണെന്ന് എനിക്കറിയില്ല, എന്തായാലും രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന ഭാവത്തോടു കൂടി ഉച്ചയ്ക്കും ശാന്ത സദാശിവനായിരിക്കുന്ന ഭാവത്തോടുകൂടി രാവിലെയും വൈകുന്നേരം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദക്ഷിണാമൂർത്തിയായിട്ടും വാണരുളുന്ന ആ പുലിയന്നൂരപ്പനെ കുറിച്ചും അറിയാൻ കഴിഞ്ഞതിലും പറയാൻ കഴിഞ്ഞതും ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ഉത്സവ ദിന ആശംസകൾ നേരുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങൾ നടക്കുകയാണ്. ഉത്സവ ക്ഷേത്ര ഭൂമികള് ദേവന്റെ ദേഹ ഇടങ്ങൾ തന്നെയാണ്. ആ ദേശം എന്ന് പറയുന്നത് ദേവന്റെ ദേഹമാകുന്നു എന്ന് അറിഞ്ഞാലും അവിടെ ഒരു കാരണവശാലും തീയിട്ട് കത്തിക്കുകയോ മാലിന്യം വലിച്ചെറിയുകയോ ആ ഭൂമിയെ മലീമസപ്പെടുത്തുകയോ ചെയ്യാതെ പവിത്രമായിട്ട് ആ നാടിന്റെ ഐശ്വര്യം വിളയാടുന്ന ശ്രീമൂല സ്ഥാനങ്ങളാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട്
ആ ക്ഷേത്ര ശുദ്ധിക്ക് വേണ്ടിയിട്ട് കൊടിയിറക്കും ശ്രീഭൂത ബലിയുമെല്ലാം വളരെ ഭംഗിയായിട്ട് ക്ഷേത്രാചാര പ്രകാരം തന്നെ ആ ചടങ്ങുകൾ നടത്താനായിട്ട് എല്ലാ ഭക്തജനങ്ങളും മുൻകൈ എടുക്കണം. എല്ലാ ഭക്തജനങ്ങൾക്കും ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി. നമസ്തേ. നന്ദി, സന്തോഷ് ജി. നമസ്തേ.